ഹലോ നമസ്കാരം. നമുക്കിന്നൊരു ബീട്രൂട്ട് ലെമൺ റൈസിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു നല്ല അടിപൊളി റൈസ് റെസിപ്പിയാണ്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഈ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് ഒരു 1/4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാട്ടോ ഇത്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒന്നെങ്കിൽ കുക്കറിലിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കുക്കറിലാണ് കാണിക്കുന്നത്. കുക്കറിലോട്ട് അരി ഇട്ടതിന് ശേഷം ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് ഇതൊരു ചെറിയ സൈസ് ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 3 ഗ്രാമ്പു, 1 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, ഇത്രയും സ്പൈസസ് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അരിയുടെ മേളിൽ നിൽക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ 1.5 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാനിത് 3 വിസിലാണ് കേട്ടോ അടിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ. അല്ല, നമ്മൾ പാനിൽ വേറെ പാനിലാണ് വെക്കുകയാണെങ്കിൽ നമ്മളത് വേവണ അനുസരിച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ വെന്തിട്ടുള്ളതാട്ടോ. 3 വിസിൽ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടെ അവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പീനട്ട്സ്, കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ലെമൺ റൈസ് കൂടെ ആണല്ലോ ഇത്. ബീട്രൂട്ട് ലെമൺ റൈസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ലെമൺ റൈസിൽ നമ്മൾ കപ്പലണ്ടി എന്തായാലും ഇടും. അപ്പോൾ പീനട്ട്സ് ഇട്ട് കൊടുക്കുക. പച്ച കപ്പലണ്ടി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട. ഒരു പകുതി വേവ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള അല്ലെങ്കിൽ ഉള്ളി, സവാള ആണെങ്കിൽ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും 2 പച്ചമുളകും 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ 2ാമത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിയുന്നത് വരെ നമ്മളിതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കുക, ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഒരു 1-1.5 ടേബിൾ സ്പൂണോ ലെമൺ ജ്യൂസ് എടുക്കുക കേട്ടോ. നമ്മൾ റൈസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. ലെമൺ ജ്യൂസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് ഇട്ടങ്ങ് കുഴക്കരുത്. കാരണം നമ്മൾ വേവിച്ചെടുക്കുന്ന റൈസാണല്ലോ. അപ്പോൾ അത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും. അതല്ലാതെ പതിയെ ഇതുപോലെ താഴേന്ന് മേളിലിട്ട് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കുക്കായി കിട്ടും. ഒരു 2-3-4 മിനിറ്റും കൂടി വെച്ചാൽ മതി കേട്ടോ. സിമ്മിൽ വെച്ചാൽ മതി. അതിനുശേഷം അത് റെഡിയായി കിട്ടും കേട്ടോ. ഇതാ നമ്മുടെ ബീട്രൂട്ട് ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അവരെന്തായാലും ഈ റൈസ് കഴിക്കും. ഇത് നമുക്ക് തൈരിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്